ഈശ്വംസിഹായിയെ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിക്കുകയും. ഇന്നത്തെ വചനത്തില് ഈശോ ഒരു കാര്യം സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് തിന്മ നിറഞ്ഞ ഈ ലോകത്തില് നിന്റെ ഉള്ളില് എപ്പോഴും പ്രകാശമുണ്ടായിരിക്കണം. കാരണം ചുറ്റുപാടും അന്ധകാരം നിറഞ്ഞിരിക്കുമ്പോഴും നീ ഒരു പ്രകാശമായിട്ട് മാറാനായിട്ട് നിനക്ക് സാധിക്കണം. നീ ഒരു പ്രകാശമായിട്ട് മാറണമെങ്കിൽ നിന്റെ ഉള്ളിൽ പ്രകാശമുണ്ടായിരിക്കും. ആ പ്രകാശം ഒരിക്കലും കെട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വചനത്തിലൂടെ ഈശോ ഓർമ്മിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള പ്രകാശം അത് കെട്ടുപോകരുത്. കെട്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും. കാരണം പാപത്തിന് അടിമപ്പെട്ട് ലോക സുഖങ്ങളുടെ പിന്നാലെ പോകുവാനായിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില സൗഹൃദങ്ങൾ നമ്മളെ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കും. പക്ഷെ നീ നിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ തിന്മ നിറഞ്ഞ ഈ ലോകത്തില് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് തീരാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് എൻ്റെ ഉള്ളില് പ്രകാശം വരേണ്ടത്? എൻ്റെ ഉള്ളിൽ പ്രകാശം വരണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രകാശമായ മിശിഹായോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് പ്രകാശം ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തില് വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും വിശുദ്ധമായ ജീവിതം നയിക്കാം എന്ന് ചിന്തിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞാല് ഞാൻ പരിശ്രമിച്ചാൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം നയിക്കാമെന്ന്. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം പറ്റില്ല. അവിടെ നമ്മൾ വീണു പോകും. മറിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കണം. എൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, അവനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ള പ്രകാശം കൂടുതൽ തേജസ്സോടുകൂടി കത്തുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് കെട്ടുപോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ ഒന്ന് ആത്മശോധന ചെയ്ത് എൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടോ? അതോ ഉള്ളിലുണ്ടായിരുന്ന ആ പ്രകാശത്തെ കെടുത്തി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ ഉള്ളിലുള്ള പ്രകാശം അത് കൂടുതൽ തേജസ്സോടുകൂടി കത്തിക്കുവാനായിട്ട് പ്രകാശമായ മിശിഹായോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതം പ്രകാശം നിറഞ്ഞതാക്കുവാനായിട്ട്, ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.